താൻ എന്തിനക്കാര്യം സംസാരിക്കുന്നെന്നായിരിക്കും നിങ്ങളിപ്പോ ആലോചിക്കുന്നത്. ഇവൻ അർഹതപ്പെട്ട മുഴുവൻ സ്വത്തും അപർണയ്ക്ക് കൊടുക്കാൻ ആമി തീരുമാനിച്ചു. ആ തീരുമാനത്തിലേക്ക് ആമി അവൾ എത്തിച്ചു എന്ന് പറയുന്നതാണ് ശരി. അപ്പുവിന്റെ അച്ഛനുണ്ടാക്കിയെന്നേ 1 രൂപ പോലും എനിക്ക് വേണ്ട. എന്റെ അച്ഛനുണ്ടാക്കിയ സമ്പാദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അത് എനിക്ക് അനുഭവിക്കാനുള്ളതാ, എനിക്ക് മാത്രം. നിങ്ങളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് ആമിയോട് സംസാരിക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ എന്ത് ചെയ്യും? നിന്റെ കല്യാണമേ അത് നടക്കാൻ പോകുന്നില്ല. ഓ, അപ്പുവായിട്ട് ഇപ്പൊ ഉറപ്പിച്ചിരിക്കുന്ന നിന്റെ കല്യാണം അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. എന്താ ഭീഷണിയാണോ? അതെ, ഭീഷണിയെങ്കിൽ ഭീഷണി. ഓ, ഈ വിവാഹം നടക്കണമെങ്കിലേ 2-3 കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒന്ന്, എന്റെ റിയയുടെയും പേരില് ആമി അപ്പവും കൂടി ചേർത്ത് കൊടുത്ത കേസുണ്ടല്ലോ, അതൊക്കെ പിൻവലിച്ചു കളയണം. എനിക്ക് ഇവക്ക് പുറം ലോകത്ത് സ്വന്തമായിട്ട് ജീവിക്കണ്ടേ? ആ കേസ് ഇല്ലാതായാലും ഇതൊക്കെ പറ്റൂ. അതെങ്ങനെ പിൻവലിക്കും? അതെന്താ നിസ്സാര കേസാണോ? മരിച്ചു പോവാത്ത ആള് കൊല്ലപ്പെട്ടെന്നും കാണിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരുടെ പേരിലെ ചാർജ് ചെയ്യാൻ പോകുന്ന കേസ് എന്തൊക്കെയാണെന്ന് അറിയോ നിങ്ങക്ക്? അഴി എണ്ണും 2 കൂടി കാണോ? അതെ, അഴിയെണ്ണും. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ 2 പേരെയും പോലീസിന് എറിഞ്ഞു കൊടുത്തിട്ട് പോയി വിവാഹം കഴിച്ച് സുഖിച്ച് ജീവിക്കാന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെ നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിലേ അതിനുള്ള സൊല്യൂഷനാണ് ഞങ്ങൾ ഈ പറയുന്നത്. നീ ഒന്ന് താഴ്ന്നു കൊടുത്താ ഇവര് പോയി ജീവിച്ചോളും. പിന്നെ ഞാനും എന്റെ മക്കളും സമാധാനത്തോടെ ജീവിച്ചോളും. അതുകൊണ്ട് ആമിയെ കണ്ട് കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ ഇവരുടെ പ്രോപ്പർട്ടിയുടെ കാര്യം അത് നിന്റെ പപ്പയോട് സംസാരിച്ചിട്ട് ഇവർക്ക് അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നിങ്ങളെ ശല്യം ചെയ്യാൻ ആരും വരുത്തൊന്നുമില്ല, ഒരാളും. ഇനി അതിന് തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ വിചാരിക്കണ്ടടാ. ചുമ്മാ പേടിപ്പിക്കല്ല ബാലു. നമ്മളിതൊക്കെ കുറെ കണ്ടതാ. ഞാനും ഒപ്പം ഒരുമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ ഒരുമിച്ചിരിക്കും. നിന്നെ കഴി എണ്ണിക്കുകയും ചെയ്യും. അങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. എവിടെയാണോ ബാലു പിടിച്ചിരുത്താണ്? മുടിയെടുക്ക്. ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ ഇവിടെ നിന്ന് വേണം. പൊന്നു മോനെ, ഇനി നിനക്ക് നിന്റെ പെണ്ണിനെ ജീവിക്കണമെങ്കിലേ നീ തീരുമാനിക്കണം. ഞങ്ങൾക്ക് ഇടം വല്ല ഒന്നും നോക്കാനില്ല. ഞാൻ ചത്തു എന്ന് പറഞ്ഞ് ജീവിച്ചവനാടാ. എന്ത് ചെയ്യാനേ, ഒരു മടിയും കാണിക്കത്തില്ല. നീയേ ആമിയെ വിളിച്ചു വരുത്ത്, എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്ക്. ഇനി നീ പുറം ലോകം കാണുമെന്ന് വിചാരിക്കണ്ടടാ. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഇവൻ എന്റെ അനിയനല്ലേ? ഇവനെ പോയി. നമ്മൾ തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇവനെ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന എല്ലാം ഇവൻ കേൾക്കും, അല്ലടാ? ഇവനും എന്റെ പെണ്ണിനെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ ആ പെണ്ണിന്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുക ഈ ബാലു. ഇവൻ വന്ന് അവളെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാ അത് വലിയൊരു പ്രശ്നമാവില്ലടാ. അതുകൊണ്ട് ഒരു സമവായം. ഇതേ എന്റെ മദറിൻലോ ആണെങ്കിലും അവരെനിക്ക് റെസ്പെക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? സ്പെഷ്യൽ ഗസ്റ്റോ? അതെ, സ്പെഷ്യലാ. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാതെ നടക്കുന്ന ചിലരുണ്ടാവില്ലേ? അങ്ങനെ ചിലർ വരുമ്പോ VVIPകളായിട്ട് സ്വീകരിക്കണ്ടേ?
എന്തോ ആമി പറയുന്നത്? PVIP യോ? ഒന്ന് തെളിച്ചു പറ. അതെ മോളെ, ആമി പറയുന്നത് എന്താന്ന് വെച്ചാ, നീ ആഗ്രഹിച്ച പോലെ ആവശ്യപ്പെടുന്നതിന് മുമ്പേ നിന്റെ ആമി മനസ്സറിഞ്ഞ് തന്നല്ലോ. കൊണ്ടുപോയിക്കോ. എനിക്കും എന്റെ അപ്പനും നിങ്ങളുടെ ഒരു സ്വത്തും വേണ്ട. അവളെ പൊന്നുപോലെ നോക്കാൻ ഞാൻ മാത്രം മതി. നീ ആഗ്രഹിച്ച പോലെ ആവശ്യപ്പെടുന്നതിന് മുമ്പേ നിന്റെ ആമി മനസ്സറിഞ്ഞ് തന്നല്ലോ. കൊണ്ടുപോയിക്കോ. എനിക്കും എന്റെ അപ്പനും നിങ്ങളുടെ ഒരു സ്വത്തും വേണ്ട. അവളെ പൊന്നുപോലെ നോക്കാൻ ഞാൻ മാത്രം മതി. എന്തായാലും താനൊരു മീഡിയേറ്റർ ആയില്ലേ? ഇതെന്റെ പേരിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അതെന്റെ ആവശ്യമല്ല. നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിച്ച് ആവശ്യപ്പെട്ട് മേടിച്ചോ. ആ അമ്മ, ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം. അവന്മാരകത്തുണ്ട്. ഏയ് ഇല്ലില്ല, ഞാൻ ഫോളോ ചെയ്ത കാര്യം അവർ അറിഞ്ഞിട്ടില്ല. ഞാൻ വിളിക്കാം. ഇത് മുഴുവൻ വായിച്ചു മനസ്സിലാക്കി എടുക്കണമെങ്കിലേ കുറെ സമയം വേണ്ടി വരും. എന്താ പ്രമാണത്തിൽ നിനക്ക് സംശയമുള്ളത്? കൽത്തോട്ടത്തിലെ പ്രോപ്പർട്ടി എന്റെ അച്ഛൻ സമ്പാദിച്ചതാ. ഞാൻ കല്യാണം കഴിഞ്ഞ് വെറും കൈയോടെ അല്ല ഇങ്ങോട്ട് കയറി വന്നത്. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഷെയറും അതിനകത്തുണ്ട്. അപ്പൂന് ഈ കുടുംബത്തിൽ നിന്ന് സ്വത്തൊന്നുമില്ലല്ലോ. അവളുടെ അച്ഛന്റെ സമ്പാദ്യമല്ലേ ഉള്ളൂ. ആ പ്രോപ്പർട്ടി എന്റെ കുടുംബ സ്വത്ത് ഒരുമിച്ച് കിടക്കുവാണല്ലോ. നീ പരിശോധിച്ചിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ കേട്ടത് പറഞ്ഞതും ഒക്കെ ശരിയല്ലേ? സർവസ്വത്തും ആമി അപ്പൂന് കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ? ഇതില് ശരിയെന്താ ആമി? ഇതില് എന്ത് ന്യായമാ ഉള്ളത്? ഞാൻ ശിഷ്ടകാലം ഇനി ഇറങ്ങി നിന്ന് തെണ്ടണമായിരിക്കും. ആമി എന്റെ പ്രസവിച്ചല്ലേ? അതോ എന്നെ പല വഴി നങ്ങണം എടുത്ത് വളർത്തിയാണോ? ബാലു, എന്താ ഇങ്ങനെയൊക്കെ? അവൻ ചോദിക്കട്ടെ സിദ്ധു. നീ എന്താ ചോദിച്ചത്? ഞാൻ നിന്നെ പ്രസവിച്ചതാണോന്നോ? എനിക്കിപ്പോ സംശയം തോന്നുന്നടാ. എന്റെ വയറ്റിൽ വന്ന് പിറന്ന ആ പഴയ ബാലക്കുട്ടൻ തന്നെയാണോ നീയെന്ന്. എന്തൊരു മനുഷ്യനാടാ നീ. ആണുങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ രേഖയാ ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്നത്. ജോലി ചെയ്തിട്ട് നിന്റെ നെറ്റിന്ന് ഒരു തുള്ളി വേർപ്പെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടോടാ ഈ പ്രായത്തിനിടയില്? ഉണ്ടാവും. നീ എന്റെ മകനാണോ അതോ സ്വത്തിന് വിലപേശം വന്ന വേറെ വല്ലവനോ? ആമി സംസാരിക്കുന്നത് എല്ലാം ശരിയാ. ഞാൻ എന്തെങ്കിലും ഒന്ന് മിണ്ടി അതെല്ലാം കണക്ക് പറച്ചിലാണല്ലോ. ഇതാ ഇവിടുത്തെ മെയിൻ കുഴപ്പം. അല്ല, അതല്ല കുഴപ്പം. ഈ വീട്ടിലെ എല്ലാ കുഴപ്പത്തിനും കാരണം നീ ഒറ്റ ഒരുത്തനാ. ഞാൻ ഇറങ്ങുമോ? മോനെ, നീ രാവിലെ ഇറങ്ങിയതല്ലേ, ഒന്നും കഴിച്ചു കാണില്ല. ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട ആമി, ഞാൻ ഇറങ്ങുമോ? അപ്പോ ആമിയെ നോക്കണം. എനിക്കൊരു സങ്കടമില്ല മോനെ. ഉള്ളത് ഇന്നുകൊണ്ട് തീർന്നു. ഒരു ബാധ ഒഴിഞ്ഞ പോലെയാ എനിക്ക്. ശരി.
സിദ്ധേട്ടാ എന്തേലും കഴിച്ചിട്ട് പോ. ഇതങ്ങോട്ട് കുടിച്ചേ, കുടിക്കേ. ശിവേട്ടനായിട്ട് ശരിക്കും പ്രശ്നമുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഈ വാശി കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. ആമിയുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം. പറയൂ, ശിവേട്ടൻ എന്തേലും കൈവിട്ട്? ഒന്നുമില്ല. അപ്പോ തന്നെ കൂടെ എന്തിനാ ഞാൻ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഇത് എന്റെ മാത്രം വേദനയാണ്. എടോ, ഒരു വിഷമം തന്നെ അറിയിക്കാതെ തന്നെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകണം. അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. എന്നോട് സിദ്ധേട്ടന് അത്രയ്ക്ക് സ്നേഹമാണോ? കൂടപ്പറപ്പുകൾ എന്നെ തള്ളി പറയുമ്പോ എടോ, എന്റെ കൂടെ നിൽക്കാൻ താനെങ്കിലും ഉണ്ടല്ലോ. അയ്യേ, എന്താ ഇത്? ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ? ഒന്നുമില്ലെങ്കിൽ ഇത്രയും വലിയ സൊനാലിയിലെ MD അല്ലേ? ഒന്ന് ഓക്കെ ആയേ? എന്നെ ഹഗ് ചെയ്തേ, ഒന്ന് ഹഗ് ചെയ്ത് സിദ്ധേട്ടാ. ഒന്നുമില്ല. സാറേ, അതെ, വലതുകാലി വെച്ച് കയറണോ ഇടതുകാലി വെച്ച് കയറണോ? നീ ഏത് കാല് വെച്ച് കയറിയാലും ഞങ്ങൾക്ക് ഒരുപോലെടാ. കേട്ടിട്ടുണ്ട്, വലത് വെച്ചാലും ഇടത് വെച്ചാലും അടി ഉറപ്പാന്ന്. ഇപ്പൊ അടിയൊന്നും ഇല്ല, കണ്ണുരുട്ടാൻ പോലും പാടില്ലെന്നാ. പിന്നെ നീയൊക്കെ വലിയ VIP അല്ലേ? സാറിനെ ഒന്ന് ബഹുമാനിച്ചേര്. നടക്കടാ. എന്താണോ? നമസ്കാരം. അങ്ങോട്ട് മാറി നിൽക്കണോ? തന്നോടാണ് പറഞ്ഞത് അങ്ങോട്ട് മാറി നിൽക്കാൻ. അങ്ങോട്ട് മാറിയേക്ക്. അങ്ങോട്ട് വരുമല്ലേ? വെറുതെ കസേരയൊക്കെ പറക്കിയിട്ടിരിക്കുക. ഹലോ സാറേ, ഇങ്ങ് പോര്. സാറേ കേറി പോര്, സ്ഥലമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ മോഷണ? ഒരു ചെറിയ പീഡനം. കണ്ട പറയത്തില്ലല്ലോ. ആ പെണ്ണിന്റെ പേരെന്തായിരുന്നു? റിയാന്നാ സാറേ. റിയ. ഹോട്ടലിലേക്ക് നമ്മുടെ ആളുകളെ പറഞ്ഞു വിട്ടിട്ടില്ലേ? ആളെ കിട്ടി സാറേ, അവള് ഹോട്ടലിൽ തന്നെയുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. എന്തായാലും അവള് വരുന്നതിന് മുമ്പ് അവന്റെ വായന്ന് എന്താ വരുന്നത് നമുക്ക് നോക്കാം. സാർ, ഇപ്പൊ കൊണ്ടുവന്ന പാർട്ടിക്ക് ഒരു ലൈം ജ്യൂസ് വേണമെന്ന്. ലൈം ജ്യൂസ്? അവന് ഞാൻ സോഡാ നാരങ്ങ വെള്ളം കൊടുക്കാം. വെയിറ്റ് ചെയ്യാൻ പറ കേട്ടോ. ശരി സാർ. ഇവൻ തടിമില്ലിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട് സാറേ, മഹാ ഫ്രോഡാ. ഓ, അവള് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഡെലിവറി ഗേളുമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാ നീ തുടങ്ങിയത്? കൊട്ടേഷൻ എന്ന് വെച്ചാ സാർ ഉദ്ദേശിച്ചത്? അല്ല, ഈ ജീവിച്ചിരിക്കുന്ന ആള് കൊല്ലപ്പെട്ടോന്ന് കൃത്രിമ രേഖ ഉണ്ടാക്കി അയാളുടെ പേരിലുള്ള സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ നോക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, അതിസാമർത്ഥ്യമുള്ളവർക്കേ അത് പറ്റൂ. പക്ഷെ സ്ത്രീകളിൽ വളരെ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ, അല്ലേ ജീന? അതെ സാർ. അങ്ങനെ ഒരാളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഒരുപാട് തട്ടിപ്പ് കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് സാറേ, ഇതുപോലൊരു കേസ് ഇതാദ്യമാ.
അതുകൊണ്ട് അന്വേഷണത്തിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. അതെ, സാറിന് ത്രില്ലുണ്ടാവും. എന്നെ പോലുള്ള പെൺപിള്ളേരെ മീഡിയയുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ സാറിന് ക്രെഡിറ്റും കിട്ടും, നല്ല പബ്ലിസിറ്റി ആയിരിക്കും. അങ്ങനെ നിന്നെ അങ്ങ് പോപ്പുലറാക്കി വാഴ്ത്തപ്പെട്ടവളാക്കുമെന്ന് എന്റെ മോള് വിചാരിക്കണ്ട. അതിനു മുന്നേ നിന്നെ അവനെ ഞങ്ങൾ വഴിയിലിട്ടങ്ങ് പൂട്ടും. സാറിപ്പോ അന്വേഷിക്കുന്നത് ഞാനും ബാലും ചേർന്നുള്ള തട്ടിപ്പ് കേസല്ലേ? അതെ, അത് തന്നെ. പക്ഷെ അതിന് തൊട്ടു മുമ്പ് ഒരു കൊലപാതക ശ്രമം കിടക്കുന്നുണ്ട്. അതെന്താ? സാർ അവിടെ നിന്ന് അന്വേഷിക്കണം. അപ്പൊ മനസ്സിലാവും ഞാൻ തട്ടിപ്പുകാരിയാണോ എന്ന്. ജീന, സാർ, ഇവിടെ അപ്പുറത്തേക്ക് കൊണ്ടുപോ. ഇല്ലാത്ത കേസൊന്നും കെട്ടിച്ചമച്ച് ഞങ്ങളുടെ തലയിലേക്ക് വെക്കല്ലേ സാർ. സാറിന് റിവാർഡും രാഷ്ട്രപതിയുടെ മെഡലും ഒക്കെ കിട്ടാൻ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ ഇരയാക്കും. ഇനി അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. എന്നുവെച്ചാ നീ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കേസ് കൊടുക്കും അല്ലേ? ജീനെ, ഇവളെ ആരോ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ വിട്ടേക്കുവാ. ചെല്ല്, കൊണ്ടിരുത്ത് ഈ മാടത്തെ. ചെല്ല്. വാ ഇങ്ങോട്ട്, വാടി. ഹോട്ടലിൽ വെച്ച് ബാലുവിന്റെ കൂടെ ഞാനും ശിവയും ഉണ്ടായിരുന്ന കാര്യം സിദ്ധു വന്നാൽ ഉടനെ പപ്പയോടും മമ്മിയോടും പറയില്ലേ മോളെ? എനിക്കത് ഓർത്തിട്ട് തന്നെ ടെൻഷനാവുന്നു. മമ്മ, എനിക്കും ടെൻഷനുണ്ട്. പപ്പയുടെ മുമ്പിൽ ഈ വിഷയം എത്തിയാലേ അത് പ്രശ്നമാ. അത് ഓർത്തിട്ട് തന്നെ ശിവ ഇങ്ങോട്ട് വരാതെ മാറി നിൽക്കുന്നേ. അവനെ പിടിച്ച് കെട്ടിയിടണ്ടായിരുന്നു മമ്മ. ശോ, അതാ ബാലു അവളും കൂടി അല്ലേ മോളെ ചെയ്തത്? മമ്മ, അവൻ വന്നു തോന്നുന്നു. വാ. എന്റെ ദൈവാനുഗ്രഹം കൊണ്ട് 2 പാറകളുടെ ഇടയിലുള്ള വരച്ചിലിപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ടതാ സാർ. അപ്പോ കഥയില് വില്ലൻ വേറെ ഉണ്ടെന്നാണ് ബാലുശങ്കർ പറഞ്ഞു വരുന്നത്. എന്റെ പൊന്ന് സാറേ, ഇതാണ് റിയാലിറ്റി. ഇതിനകത്തൊരു കഥയുമില്ല ഞാൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ നീ രക്ഷപ്പെട്ടിട്ട് പുറം ലോകത്ത് വരായിരുന്നത് എന്താ? എന്താ രക്ഷപ്പെട്ട അന്ന് രാത്രി എന്റെ പോക്കറ്റിൽ നിന്ന് എന്റെ ഫോൺ എനിക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നു. അതിന്റെ അകത്ത് എനിക്ക് റിയയുടെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു സാർ. അവള് കണ്ണൂര് വീട്ടിലെത്തി മംഗലാപുരത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ വീട്ടിലിറങ്ങി കല്യാണത്തിന് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഇൻസിഡൻസ് എല്ലാം പറഞ്ഞു സാർ. അപ്പൊ തന്നെ അവള് വണ്ടിയായിട്ട് വന്നു. അപ്പൊ തന്നെ എന്നെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി. പിറ്റേ ദിവസം പത്രത്തില് ഫോട്ടോ ഉൾപ്പെടെ വാർത്ത വന്നു. കൊക്കെ വീണ് ബാലശങ്കർ മരിച്ചു എന്ന്. അപ്പോ ആൾമാറാട്ടത്തിന് ഐഡിയ എന്നത് അവളാണ്. അതെ സാർ, അവളാ. അവൾ ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ലായിരുന്നു സാർ. എന്നെ കൊണ്ട് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത സിദ്ധാർത്ഥന്റെ കൂടെ അവള് ജീവിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കാന്ന് പറഞ്ഞു തന്നത് അവളാ സാർ. വേറൊരു ഐഡന്റിറ്റിയില് വേറെ ഒരാളായിട്ട് പുതിയൊരു ലോകത്ത് വേറൊരു ജീവിതം സാർ. അപ്പോ ഈ സൊണാലിയിലെ പുതിയ വിവാഹാലോചനയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ടായിരുന്നു? അറിയുന്നുണ്ടായിരുന്നു സാർ. എനിക്ക് അർഹതപ്പെട്ട സ്വത്ത് അവള് സിദ്ധാർത്ഥം കൂടി കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരമ്മയുടെ വാക്കുകളല്ലേ, അത് ഞാൻ വിശ്വാസത്തിലെടുക്കാം. പക്ഷെ പോലീസിനൊരു മൊഴി കിട്ടിയ അത് പറയുന്നവരുടെ മെറിറ്റ് എന്തായാലും അത് അവഗണിച്ച് കളയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും. 2 സ്റ്റേഷനിലേക്ക് വന്നേക്കണം. ഓ, വരാം. ശരിയെങ്കിൽ. അതെ, പോലീസ് കസ്റ്റഡിയിൽ വിട്ടെന്ന് 4 ദിവസത്തേക്ക്. ഈ റിയ എന്തെങ്കിലും മൊഴി കൊടുത്തിട്ടുണ്ടോന്ന് നമ്മളെങ്ങനെ അറിയുന്നേ? ഈ CI എങ്ങനെ ആള് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണോ? ആ, എന്നാ പിന്നെ അതുകൂടെ ഒന്ന് അന്വേഷിച്ചേക്ക്.
ഓക്കെ ഞാൻ വിളിക്കാം. ആ പിന്നെ പൈസ എത്ര കൊടുത്താലും അയാളെ നമ്മുടെ കൂടെ നിർത്തണം. ഓക്കെ ശരി. അതെ, CI കൽത്തോട്ടത്തിൽ ചെന്നിരുന്നു. സിദ്ധുവിനെ അപർണയെ ആ തള്ളയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ആണോ? ശ്ശോ, അപ്പൊ അവളും അവനും ബോംബ് പൊട്ടിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ? ഇനി കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കും അമ്മ. അത് പോരെ മോളെ, മംഗലാപുരത്ത് ക്രൈം നടന്നോന്നുള്ള തെളിവുകളും സാക്ഷിമൊഴികളും ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം. കേസ് കോടതിയിൽ വരുന്നതിന് മുമ്പ് അത് ചെയ്തു വെക്കണം. മമ്മ, അന്വേഷണം നമുക്ക് അനുകൂലമായിട്ട് നീങ്ങണമെങ്കിലേ ആ CI നമ്മുടെ കൂടെ നിൽക്കണ്ടേ? അതൊക്കെ ശിവ നോക്കിക്കോളൂ. ഈ ബോൺ ബാബുവിനെ ശിവ ഈ മുറ്റത്ത് കൊണ്ടുവരും. നീ നോക്കിക്കൂ. ആരാണാവൂ? സുന്ദരം കൊച്ചനാ അമ്മ. ഈ പിശാചെന്തര ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഡൽഹിയിലെങ്ങാണ്ടായിരുന്നല്ലോ. ചിലപ്പോ സിദ്ധു വിളിപ്പിച്ചതായിരിക്കും. ഏയ്, ഇത് കല്യാണം ആഘോഷിക്കാൻ വേണ്ടി സുന്ദരന്റെ സുന്ദരി വിളിപ്പിച്ചതായിരിക്കും. ആ മമ്മ വന്നേ, നമുക്ക് പോയി നോക്കാം. അതെ, കൊറേ നേരമായല്ലോ, വിളിച്ചിട്ട് എടുത്തൂല്ല. അതെ, എയർപോർട്ടിൽ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. എന്തിന്? തിക്കും തിരക്കുമായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ. ഡൽഹിയിലെ പ്രവർത്തനം കഴിഞ്ഞു വന്ന എനിക്ക് പാർട്ടിയുടെ വക ഭയങ്കര സ്വീകരണമായിരുന്നു. എന്നിട്ട് എയർപോർട്ടിൽ സ്വീകരണക്കാർ തന്ന പൂച്ചണ്ടും പൂമാലയ്ക്ക് എന്തിയെ? അതൊക്കെ അണികൾക്ക് ഞാൻ എറിഞ്ഞു കൊടുത്തില്ലയോ. എന്തൊരു മുദ്രാവാക്യം വിളിയായിരുന്നെന്ന് അറിയാമോ? എയർപോർട്ടിലെ ആളെ ഇറക്കാൻ കൊറേ കാശായി കാണുമല്ലോ. കാശിറക്കാനേ ഞങ്ങളുടെ പാർട്ടിക്കാരുണ്ട്. നയാ പൈസ പിരിവെടുക്കാതെ കാര്യം നടത്തുന്ന പാർട്ടിയാ ഞങ്ങളുടേത്. കല്യാണത്തിന് മുമ്പേ ഇങ്ങ് പോന്നോ? ഇതൊരു മാറ്റ കല്യാണമല്ലേ? എന്റെ മുന്നൂനെ അവസാന റൗണ്ടിൽ പുറത്താക്കി ഉറപ്പിച്ച കല്യാണമല്ലേ? അപ്പൊ കൂടെ നിന്നങ്ങ് നടത്തി തരണമല്ലോ. നടത്താനേ അവന്റെ പപ്പയും മമ്മിയും കൊച്ചച്ഛനും ഞങ്ങള് സൊണാലി കുടുംബക്കാരെല്ലാരും ഉണ്ട്. നിങ്ങള് കൊച്ചിറക്കലുകാര് വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എടാ സിബിയെ, എന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് നീ അങ്ങ് മോറിലോട്ട് വെച്ചോ. ശരി. അപ്പൊ നിങ്ങൾ ഇനി ഡൽഹി പോകുന്നില്ലേ? ഇല്ല, ഇനി എന്റെ പ്രവർത്തന മേഖല ഈ കേരള. തെക്കൻ കേരളത്തിന്റെ ചാർജ് എനിക്കാ. അത് നന്നായി. വാ. ഇയാളൂടെ വന്ന സ്ഥിതിക്ക് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന നല്ലത്. ശരിയാ മമ്മ, ഞാനും അത് ആലോചിച്ചത്. മമ്മേ, അതങ്ങ് തുടങ്ങി വെക്ക്. ഓണം, അത് കഴിഞ്ഞ് കല്യാണം, അത് രണ്ടും ചാർട്ട് ചെയ്താ ഞാൻ പെട്ടെന്നിങ്ങി പോന്നത്. കാര്യങ്ങളൊക്കെ എന്തുവായി? പെൺവീട്ടുകാരാണല്ലോ കല്യാണ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാ. അവരുടെ കുടുംബക്കാർ തന്നെ 1000-ഓളം പേര് വരുന്നാ പറഞ്ഞത്. അവരങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിദ്ധുവും മോളും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുക. അതിനിടെ കൽത്തോട്ടത്തിലെ ബാലുവിനെയും കൂടെ ഉണ്ടായിരുന്ന പെണ്ണിനെയും പോലീസ് പൊക്കിയെന്ന് കേട്ടു. അത് നമ്മുടെ കല്യാണത്തിന് തടസ്സമൊന്നും ആവില്ലല്ലോ കൊച്ചാ. ആ സംഭവം കല്യാണവും തമ്മില് യാതൊരു ബന്ധവുമില്ല കൊച്ചാ. വാടാ മക്കളെ.